നെയ്യാറ്റിൻകര ഇത്തവണ വാശിയേറിയ മത്സരം നടക്കണം. വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 30-ാം തീയതി വരെയാണ് നമ്മുടെ സാമ്പിൾ എടുത്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷവും മത്സരം മുറുകി വലിയ ഒരു സസ്പെൻസിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള സൂചന. നെയ്യാറ്റിൻകരയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സിറ്റിംഗ് MLA കെ ആൻസലൻ, CPM സ്ഥാനാർത്ഥി എൻ ശക്തൻ, അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ചെങ്കൽ രാജശേഖരൻ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണയും മത്സരിച്ച ആളാണ്. ഒരു ശക്തമായ മത്സരത്തിന്റെ പ്രതീതി നെയ്യാറ്റിൻകരയിൽ ഉണ്ടാവുകയാണ്. നമുക്ക് ആ സ്കോർ കൂടി ഒന്ന് നോക്കി പെട്ടെന്ന് വന്നാൽ നെയ്യാറ്റിൻകരയിൽ ഒരു വലിയ അട്ടിമറി നടക്കുകയാണോ? നെയ്യാറ്റിൻകര UDF പിടിച്ചെടുക്കുകയാണോ? LDFന്റെ സിറ്റിംഗ് സീറ്റ് കെ ആൻസലിൽ നിന്ന് UDF തിരിച്ചു പിടിക്കുമോ? എന്താണ് നെയ്യാറ്റിൻകരയുടെ ചിത്രം? വരട്ടെ സ്ക്രീനിൽ. അവിടെ അല്പം മുന്നിൽ ശക്തനാണ്, അല്പം മുന്നിൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. 0.26% എഡ്ജ്. അത് നമുക്ക് ഒരു സർവേയിൽ അങ്ങനെ പറയുക തന്നെ അസാധ്യമാണ്. രണ്ടുപേരും തുല്യമായ മാർക്ക് റെസ്പോൺസ്. അവിടെ ഒരു MLAക്കെതിരെ ഒരു അത്ര പാർശാലിറ്റി CK ഹരീന്ദ്രന് കിട്ടുന്ന സ്വീകാര്യത കിട്ടുന്നില്ല. അതാണ് ഒരു പക്ഷേ അതൊരു തുല്യമായ മത്സരത്തിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ പറയുമ്പോൾ നാടാർ വോട്ടുകൾ UDFന് അനുകൂലമായി നിലനിൽക്കുന്നതിന്റെ സൂചന ഈ നൽകുന്നുണ്ട്. ശക്തന്റെ രംഗപ്രവേശമാണോ മത്സരം ടൈറ്റാക്കിയത്? കഴിഞ്ഞ 2 തവണയും ശെൽവരാജായിരുന്നു, അൻസലൻ അനായാസം ജയിച്ചു. ഇത്തവണ ശക്തൻ വന്നത് കാര്യങ്ങൾ ശക്തിയാക്കിയിട്ടുണ്ട്. അല്ല, നമ്മുടെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയിൽ ശക്തൻ വന്നിട്ടില്ല. അതായത് നമുക്ക് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അപ്പോൾ പോലും ആ മണ്ഡലത്തിന് UDFനോട് അടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ അന്നേ സൂചിപ്പിച്ചതാണ്. ഈ ഇടത് കേന്ദ്രങ്ങളിലേക്ക് ഇത് ഷുവർ സീറ്റായി വിലയിരുത്തുന്ന ഒരു സീറ്റായിരുന്നു. അന്നേ നമ്മളിതൊരു അലേർട്ട് കൊടുത്തിരുന്നു. ലൈക്ക് അത് അത്ര ഷുവർ സീറ്റായിട്ടല്ല, അവിടെ ഒരു മാറ്റം നടക്കുന്നുണ്ട്. MLAക്കെതിരെ ഒരു ആന്റി ഇൻകംബൻസി ചെറിയ രീതിയിലുണ്ട്. ഒപ്പം തന്നെ അവിടെ നാടാർ വോട്ടുകൾ ഒരു UDF ഷിഫ്റ്റ് കാണുന്നുണ്ട്. അത് ശക്തൻ വന്നപ്പോൾ കുറെ കൂടി അത് ബലപ്പെട്ടു. അദ്ദേഹം ജയിച്ചാൽ മന്ത്രി എന്നൊരു പ്രചരണം മണ്ഡലത്തിലുടനീളമുണ്ട്. ഇതെല്ലാം UDFന് അനുകൂലമാകുന്നു. പക്ഷേ UDF രണ്ടുപേർക്കും സാധ്യത എന്ന് പറയുമ്പോൾ തുല്യമാണ്. LDFനും അവിടെ വിജയിച്ച് വരാം. കോർ പ്രൊജക്ട് ചെയ്യുന്നു. ചെറിയ ലീഡ് ശക്തൻ എന്ന് പറയാൻ കഴിയില്ല. രണ്ടുപേർക്കും തുല്യ സാധ്യതകളാണ്. ഒരുപക്ഷെ അവസാനം വരെ വോട്ടുണ്ടെന്ന ഒരു സസ്പെൻസ് ത്രില്ലർ നെയ്യാറ്റിൻകരയ്ക്ക് ഉണ്ടാവാം. NDAയുടെ വോട്ട് ഷെയറിനെ കുറിച്ചുകൂടി, കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് ഈ 21,000-ന് മുകളിൽ വോട്ട് അവിടെ NDAക്ക് ഉണ്ടായിരുന്നു. ചെങ്കൽ രാജശേഖരൻ നായർ തന്നെയാണ് മത്സരിച്ചത്. NDAക്ക് ഇത്തവണ കുറച്ചുകൂടി വോട്ട് ഉയർത്താനുള്ള ഒരു പ്രോസ്പെക്ട്സ് ഇല്ലേ? NDA ഒരു 2-3% വോട്ട് വർധനമുണ്ട്. അത് നിയമത്തിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും NDAയുടെ വോട്ടിൽ ചെറിയൊരു വർധനവ് കാണിക്കുന്നുണ്ട്, അവിടെ മണ്ഡലത്തിൽ കാണിക്കുന്നുണ്ട്. അല്ലെ, ഈ നാടാർ വോട്ടുകൾ ഇപ്പൊ കാട്ടാക്കട, നേമം, അരുവിക്കര, കോവളം, നെയ്യാറ്റിൻകര. നേമത്തും ഒരു വളരെ ചെറിയ ഉണ്ട്. നെയ്യാറ്റിൻകര, ഈവൻ പാറശാലയിലും കുറച്ചുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ ഇല്ല. എന്തായാലും ഇത് ഈ ഒരു മേഖലയിലെ നാടാർ വോട്ടുകൾ, ഇതിനകത്ത് ഏറ്റവും അവസാനം ഉണ്ടായ ഡെവലപ്മെന്റ് ഈ CSI സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനി TT പ്രവീൺ ഇന്നലെ തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ വിളവങ്കോട് മണ്ഡലത്തിന്റെ പേര് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഇത് എന്തെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നതടക്കം നിങ്ങളുടെ ഈ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് സൂചിപ്പിച്ചുകൊണ്ട് പറയണം. അപ്പം കൃത്യമായ ഒരു മൂവ്മെന്റ് ഒരിടത്ത് മാത്രമല്ല കാണുന്നെന്ന് നമ്മൾ ഇതുവരെ റിസൾട്ട് പറഞ്ഞ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അരുവിക്കരയിൽ ഈ നാടാർ വോട്ടുകൾ വലിയ ഗണ്യമായ രീതിയിലുണ്ട്. അവിടെ UDFന് ഒരു അപ്പർ എഡ്ജ് കിട്ടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ MR ബൈജുവും IB സതീഷ് തമ്മിൽ വളരെ ശക്തമായ മത്സരം. അവിടെയും ഈ നിർണായകമായ ഒരു എഡ്ജ് ഉണ്ടാവുന്നു. വിൻസെന്റിന് ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ശക്തമായ മത്സരം. അപ്പം നാടാർ വോട്ടുകൾ ആർക്ക് അനുകൂലമാകുന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് കേവലം നെയ്യാറ്റിൻകര ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല. ആ മേഖലയിൽ ഒരു നാടാർ വോട്ടുകളുടെ ഷിഫ്റ്റ് UDFലേക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് നാടാർ വോട്ടുകളുടെ ഒരു പൊതു സ്വഭാവം ഇത്തവണ പ്രോ UDF ആണ്. അതൊരു പ്രോ UDF വോട്ട് ബാങ്ക് ആണത്. പരമ്പരാഗത ഒരു UDF വോട്ട് ബാങ്ക് ആണ്. അത് മാറിയും രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് മാറിയും തിരിഞ്ഞു നിൽക്കുന്നെങ്കിലും ഇത്തവണ അവര് സ്വാഭാവികമായിട്ടും UDFനെ അനുകൂലിച്ച് നിൽക്കുന്നു. അതിന്റെ ദൂഷ്യഫലം 4 മണ്ഡലങ്ങളിലും ഇപ്പോൾ നമ്മുടെ സർവേയിൽ. അപ്പോൾ ഏറ്റവും അവസാനം പറയാവുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഈ വിധി നിർണ്ണയിക്കുന്നതിനകത്ത് നാടാർ വോട്ടുകൾക്ക് ഒരു ഗണ്യമായ പങ്കുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിലെ ആ മേഖലയിലെ സീറ്റുകളിൽ കോൺഗ്രസിന് പ്രതീക്ഷ വെക്കാമെന്ന് ചുരുക്കി പറയാം. തെക്ക് ഭാഗത്തെ അല്ലെങ്കിൽ മറ്റു മേഖലകളിലെ സീറ്റുകൾ നോക്കുമ്പോൾ ഇപ്പോൾ വാമനപുരം അല്ലെങ്കിൽ ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല പോലുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ വിജയസാധ്യത പറയുന്നില്ല, പ്രതീക്ഷയില്ല. അതേസമയം ഈ മേഖലയിലേക്ക് വരുമ്പോൾ, നാടാർ വോട്ടുകൾ കിടക്കുന്ന മേഖലയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലയിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, ഒരു വിജയസാധ്യത ഉണ്ട് എങ്കിൽ അത് ഈ പറയുന്ന അരുവിക്കര, നമ്മുടെ പഴയ ആര്യനാട്, അരുവിക്കര, കാട്ടാക്കട ആ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റാണ് കിട്ടിയത്, കോവളം. പക്ഷേ ഇത്തവണ തെക്കൻ തിരുവനന്തപുരം മേഖലയിൽ UDFന് സന്തോഷിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. വോട്ട് പാറ്റേണിൽ നിന്ന് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം നടത്തുന്നു കോർ.